നമസ്കാരം, ഞാൻ ദിനേശ് സൗപർണിക. നമ്മൾ മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ബൾബിനെ കുറിച്ച്. അതായത് ഒരു ഇൻകാൻഡസെൻ്റ് ലാമ്പ് ഉപയോഗിച്ച് നമ്മൾ അഡീനിയം കെയർ ചെയ്യുക എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മളെ ബാംഗ്ലൂരിലുള്ള ഒരു ആൾ എന്നെ വിളിച്ച് സംസാരിച്ചത് വളരെ സന്തോഷം തോന്നിയത്. കാരണം ബാംഗ്ലൂർ കാലാവസ്ഥയിൽ ഈ അഡീനിയത്തിന് നമ്മളുടെ ഇവിടെ കാണുന്ന മറ്റു സ്ഥലങ്ങളിൽ കാണുന്ന അത്രയും വളർച്ച പലപ്പോഴും കിട്ടാറില്ല എന്ന് പറയുന്നു. കൂടുതൽ എന്താണെന്ന് അറിയില്ല. കാരണം അവിടെ ഈർപ്പം കൂടുതൽ, അതായത് തണുപ്പ് കൂടുതലുള്ള സ്ഥലമായതുകൊണ്ട് ഈ അഡീനിയത്തിന് അത്ര അങ്ങോട്ട് വളർച്ച വരില്ല. ഇവിടുന്ന് കൊണ്ടുപോയി വളർത്തുന്ന ആളുകളും പറയുന്നത് പൂവിടലും കുറച്ച് കുറവായിരിക്കും, അതുപോലെ ഈ വളർച്ചയും ഇതുപോലെ ഇല്ല എന്ന് പറയുന്നു. എന്നെ വിളിച്ച ആൾ പറഞ്ഞതാണ്. എനിക്ക് തോന്നുന്നു തണുപ്പ് കൂടുതലായതുകൊണ്ടോ അല്ലെങ്കിൽ ഈർപ്പം കൂടുതലായതുകൊണ്ടോ ഒക്കെ ആയിരിക്കാം തോന്നുന്നു. ഇനി അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ വീഡിയോ വളരെ അദ്ദേഹത്തിന് ഉപകാരപ്രദമായി എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചെടികളിൽ നല്ല ഒരു മാറ്റം. ഇപ്പോൾ 2 ആഴ്ച മുന്നെയാണ് നമ്മൾ ഇത് ചെയ്തത്. നല്ല ഒരു ഷൈനിങ് ചെടികൾക്കുണ്ട്. അതായത് അവരും ചെയ്തത് എത്രയാണ്, ഒരു ബൾബ് എടുത്തിട്ട് അവർ അഡീനിയം ചെടികളുടെ കുറച്ചൊരു 8-10 ചെടികൾ ഇരിക്കുന്നതിൻ്റെ അടുത്ത് ഇങ്ങനെ അത് ഇൻകാൻഡസെൻ്റ് ലാമ്പ് എന്ന് പറയുന്ന ഈ ബൾബ് തന്നെ തൂക്കി. അപ്പോൾ ഇതിൻ്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞു, ഇത് അത്യാവശ്യം ചൂട് വരുന്ന ഒരു സാധനമാണ്. നമ്മളെ സൂര്യൻ്റെ താപം പോലെ തന്നെ ചൂട് കിട്ടും. അപ്പോൾ ഇതിൻ്റെ ലൈറ്റും യെല്ലോ ലൈറ്റാണ്. അപ്പോൾ ഈ ലൈറ്റ് ചിലപ്പോൾ ഇതിന് ഏതെങ്കിലും തരത്തിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും. അതായത് ഇതിനെ ചെടിയുടെ, അപ്പോൾ ഞാൻ പറഞ്ഞു അതിൻ്റെ ചുറ്റും ഇപ്പോൾ ഈ സ്പേസിൽ ഈർപ്പം, ജലാംശം ഇതിൽ തങ്ങി നിൽക്കുന്നുണ്ട് വായുവിലെങ്കിൽ ഈ ഭാഗത്ത് അത് വളരെ കുറവായിരിക്കും. കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ ചൂട് കാരണം അത് വലിഞ്ഞു പോവും, അല്ലെങ്കിൽ വറ്റിപ്പോവാണ്. അപ്പോൾ അത് ഈ ചെടിക്ക് വളരെ ഗുണം ചെയ്യും. ഈ ഗുണം ചെയ്യും എന്നുള്ളതിൻ്റെ ഒരു റിസൾട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കാരണം ഞാൻ ഇവിടെ ഈ സാധനം വെച്ചിട്ട്, ഈ ലാമ്പ് വെച്ചിട്ട് ഏകദേശം 1 മാസമായി. നമ്മൾ മഴ തുടങ്ങിയപ്പോൾ ചെടികൾ ഇതിൻ്റെ ഉള്ളിലേക്ക് എടുത്തു വെച്ചു. മെയ് പകുതി ആയപ്പോഴേക്കും മഴ തുടങ്ങി, ഇതിലേക്ക് എടുത്തു വെച്ചു. ഈ എടുത്തു വെച്ച് കഴിഞ്ഞതിന് ശേഷം ഈ ലാമ്പ് വെച്ച സ്ഥലത്തിൻ്റെ, ഞാൻ വീഡിയോ അതിലേക്ക് കാണിച്ചു തരാം കേട്ടോ. ഈ ലാമ്പ് വെച്ചതിൻ്റെ തൊട്ടടുത്തുള്ള ചെടികളിൽ പൂവിടാനും മൊട്ട് കൂടുതൽ വരാനും തുടങ്ങി. അതെന്താ കാര്യം വെച്ചാൽ മുട്ട് മുന്നേ വരാൻ തുടങ്ങിയ മുട്ടുകളുള്ളതുകൊണ്ട് ഇപ്പോൾ വന്നിട്ടുള്ള മുട്ടുകൾ, ഈ മുട്ടുകൾ ഈ ചെടിക്ക് ഇത്രയും ഷൈനിങ്ങും ഇതും കിട്ടാനുള്ള കാരണം ഈ ചൂട് തന്നെയാണ്. ചൂടും ഈ വെളിച്ചം. ഇപ്പോൾ നമ്മളിത് നല്ല ഇരുട്ടുള്ള മഴക്കാറുള്ള സമയത്ത് കുറച്ച് ഓണാക്കിയിടും, ഈ ലൈറ്റ് ഓണാക്കിയിടും. ആ ഓണാക്കിയിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ചുറ്റുമുള്ള ഞാൻ പറയില്ല, എല്ലാ ചെടിയും ഡ്രൈ ആയ അവസ്ഥയിൽ ഇന്നലെ ഞാൻ അതിൻ്റെ ഉള്ളിൽ നനയ്ക്കേണ്ടി വന്നു. നന്നായിട്ടൊന്ന് നന കൊടുത്തു. അപ്പോൾ നമുക്ക് നനയ്ക്കുമ്പോൾ പേടിയാണ്, കാരണം നനച്ച് ഇനി അധികമാവുന്നു. പക്ഷേ ഇപ്പോൾ ആ ഭയമില്ല കേട്ടോ. കാരണം ഈ ലാമ്പ് ഇവിടെ വെച്ചിട്ടുണ്ട്. 2 ലാമ്പ് അവിടെ താഴെ ബൾബ് കൊടുത്തിട്ടിട്ടുണ്ട്. അത് ആവശ്യമാണെങ്കിൽ ആ സ്ഥലത്തേക്ക് വയ്ക്കും. പക്ഷേ എപ്പോഴും ചെടികൾ ഡ്രൈ ആയി നിൽക്കുന്ന കാരണം നമ്മൾ ഓണാക്കില്ല. അപ്പോൾ 3-4 ലാമ്പ് വയ്ക്കില്ല, 3 ലാമ്പ് വെച്ചാൽ ഈ ഒരു ലാമ്പ് കൊണ്ട് നമുക്ക് തന്നെ ഇത്ര റിസൾട്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. അപ്പോൾ ഈ ഹ്യൂമിഡിറ്റി കൺട്രോൾ ചെയ്യാനും, അതായത് ചെടിയിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എപ്പോഴും നമ്മൾ ജൈവവളങ്ങളൊക്കെ കൊടുക്കുക. ഈ ആളുകൾ ചെയ്യുന്ന ഒരു കാര്യം, യൂട്യൂബിൽ വീഡിയോ കണ്ടിട്ട് ഏത് സമയവും റിപ്പോർട്ട് ചെയ്യുക എന്നുള്ള പരിപാടിയിലൊക്കെ നിർത്തുക. നിങ്ങൾക്ക് സേഫായിട്ട് റിപ്പോർട്ട് ചെയ്യാനുള്ള സമയം നവംബറിൻ്റെ ശേഷമാണ്. അല്ലെങ്കിൽ UV ഷീറ്റ് വേണം. ആ UV ഷീറ്റ് ഉണ്ടെങ്കിലും റിപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങൾ നനഞ്ഞ മണ്ണാവരുത്. ഇങ്ങനത്തെ എല്ലാ സാഹചര്യങ്ങളും ഒത്താൽ നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാം. ഇനി അതിനൊരു പരിഹാരം ലാമ്പ് കൊടുത്തിട്ട് നിങ്ങൾ കുറച്ച് ഡ്രൈ മണ്ണ് എടുത്തു വെച്ചോളൂ. ആ ഡ്രൈ മണ്ണ് എടുത്തു വെച്ചാൽ ആ ഡ്രൈ മണ്ണ് ഇതിൽ, ഇനി അഥവാ ഡ്രൈ മണ്ണ് കിട്ടിയില്ല, നിങ്ങൾ റിപ്പോർട്ട് ചെയ്തു, നനഞ്ഞ മണ്ണ് ഉപയോഗിച്ച് റിപ്പോർട്ട് ചെയ്തു, നിങ്ങൾ ലാമ്പ് യൂസ് ചെയ്തോളൂ. ആ ചെടിയുടെ ഒരു നിശ്ചിത അകലത്തേക്ക് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ അറിയാം. നിങ്ങൾക്ക് അകലം കൂട്ടും കുറയ്ക്കാം. നമ്മൾ ഇതിൻ്റെ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി മാറ്റാൻ റെഗുലേറ്ററും വയ്ക്കാമെന്നാണ്. ഇങ്ങനെ ചെയ്തുകൊണ്ട് നിങ്ങളെ ചെടീനെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ആ ബാംഗ്ലൂരിലത്തെ ആൾ വിളിച്ചപ്പോൾ എനിക്ക് വളരെ സന്തോഷം. കാരണം നമ്മളങ്ങനെ ഒരു വീഡിയോ ഇതുവരെ യൂട്യൂബിൽ കാണാത്തൊരു വീഡിയോ ആയിരുന്നു. ഈ ലാമ്പ് ഉപയോഗിച്ചിട്ട് ഈ അഡീനിയത്തെ എങ്ങനെ ഗ്രോ ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ നാശാക്കാതെ കെയർ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോ. അപ്പോൾ അങ്ങനത്തെ വളർത്താൻ താല്പര്യമുള്ള ഒരാൾ നമ്മളോട് പറയാം, ഞങ്ങൾ ആ ലാമ്പ് ഉപയോഗിച്ച് ചെയ്തു, ഞങ്ങൾക്കത് റിസൾട്ടായി എന്ന് പറയുമ്പോൾ വളരെ സന്തോഷം. നിങ്ങളും അത് ചെയ്തു നോക്കുക കേട്ടോ. ആ ചെടിയുടെ നിശ്ചിത അകലത്തിലേക്ക് ഞാനിത് കഴിഞ്ഞതിൻ്റെ ശേഷം ഈ വീഡിയോയിൽ തന്നെ ഇത് കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇപ്പോൾ ഈ മുട്ടുണ്ട്, ഈ ബൾബ് തൂങ്ങി നിൽക്കുന്നതിൻ്റെ അടുത്തുള്ള ഈ മുട്ട. ഇപ്പോൾ ബൾബിനെ നമുക്ക് ഒന്നുകിൽ മാനുവലി ഇങ്ങനെ അകലം കൂട്ടും കുറയ്ക്കും ചെയ്യാം, അല്ലെങ്കിൽ നമുക്കിത് ബൾബിൻ്റെ ഇൻറ്റൻസിറ്റി കൂട്ടാനുള്ള റെഗുലേറ്റർ ഉപയോഗിച്ചിട്ട് അങ്ങനെയും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ അടുത്തേക്ക് എന്തായാലും നിങ്ങൾ ഷെയർ ചെയ്യണം. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാം കേട്ടോ. ഇനി വീടുകളിൽ അഡീനിയം വളർത്തുന്ന എല്ലാവരും ബാൽക്കണിയിൽ ഒരു ലാമ്പ് സെറ്റ് ചെയ്തോളൂ.
ഇത് നിങ്ങൾക്ക് നല്ലതായി തോന്നുന്നുണ്ടെങ്കിൽ ഒരു ലാമ്പ് സെറ്റ് ചെയ്തു, ലാമ്പ് സെറ്റ് ചെയ്ത് കൺട്രോൾ ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് വളരെ നല്ല ഗ്രോത്ത് ആയിട്ട് ഈ ചെടികൾ നിലനിർത്താനും, ഞാൻ പറഞ്ഞു മഴക്കാലത്ത് ഇതിന് അലിഞ്ഞ് എന്താ പറയുക, അഴുകിപ്പോകുക എന്ന് പറയുന്ന ആ പ്രശ്നം തീരെ വരില്ല. എനിക്ക് റിസൾട്ട് കിട്ടിയ കാര്യം കേട്ടോ, നമ്മൾ ചെയ്തിട്ടുള്ള റിസൾട്ടാണ് ഈ പറയുന്നത്. ബൾബിൻ്റെ സറൗണ്ടിങ്സിലുള്ള ചെടിയാണ് കേട്ടോ. അതിൽ തൊട്ട് വരുന്ന ഭാഗത്ത് വരുന്ന നിങ്ങൾക്ക് കാണാം നല്ല മൊട്ടൊക്കെ നന്നായി വന്നിട്ടുണ്ട്, നല്ല മൊട്ട് വന്നിട്ടുണ്ട്. ചില ചെടികളിൽ ബൾബിൻ്റെ വെളിച്ചത്തിലേക്ക് കാണുന്നുണ്ടാവുമല്ലോ അല്ലേ. ഇത് മൾട്ടിപെറ്റൽ മൾട്ടിഗ്രാഫ്റ്റ് നമ്മൾ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇത്തരം ചെടികൾക്ക് ഈ ഒരു ബൾബ് തന്നെ ധാരാളമാണ്. ഈ ബൾബിൻ്റെ പവറിൽ തന്നെ ആ ഭാഗത്ത് ഈ ഭാഗത്തെ ചെടികൾക്കാട്ടോ മൊട്ട് വന്നിട്ടുള്ളത്. പിന്നെ അപ്പുറത്തെ ചെടികൾക്ക് ഞാൻ ബൾബ് ഇത് 2 തവണ മാറ്റി തൂക്കിയതായിരുന്നു, ഇടവിട്ട് മാറ്റി കൊടുത്തതായിരുന്നു, അതിനും വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ 3 ബൾബാണ് ഇവിടെ സെറ്റ് ചെയ്തുള്ളത്. ഒരു ബൾബ് തൂക്കി 2 ആവശ്യമാണെങ്കിൽ മാത്രം അവിടെ ഇതുമ്മക്ക് അറ്റാച്ച് ചെയ്യുള്ളൂ. നിങ്ങളത് ചെയ്ത് നോക്കൂ കേട്ടോ.